നമുക്ക് ശ്രദ്ധ കൊടുക്കാം. ദൈവ വചനം ജീവനും ചൈതന്യവുമുള്ളതാകിയാൽ നമുക്ക് നന്ദി പറയാം. ആത്മാവിൽ അത് ജീവൻ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഹൃദയത്തെ ഒന്ന് സ്വസ്ഥമാക്കാം. കർത്താവേ, ആരാധനയിലൂടെ ഞങ്ങളെ നയിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, തിരുവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ചൈതന്യം, ആ ജീവൻ ഞങ്ങളിൽ പകരണമേ നാഥ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്കത് പ്രാപിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ. കേൾവിക്കാർ മാത്രമല്ല, അനുസരിപ്പാൻ ഉള്ള താഴ്മ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവവചനം ഐശ്വര്യമായി വിളയുന്ന വിളഭൂമികളാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുതന്നെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവവചനം ഫലം തരുവാൻ അങ്ങ് കരുണ ചെയ്യണമേ. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരുത്താൻ സഹായിക്കണമേ. ഉറക്കക്ഷീണങ്ങൾ, മറ്റ് ശാരീരിക ബലഹീനതകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴുന്ന വിത്തുകൾ ഒരു പറവകളും വന്ന് കൊത്തിയെടുക്കുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാഥ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വളരെ പരിചിതമായ ഒരു കഥ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വയ്ക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നിന്ന് ആണ് ഇന്നത്തെ ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ വിഷയം എന്താണെന്ന് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം കൊർനെല്യോസ് എന്ന ഒരു ശതാധിപന്റെ സ്റ്റോറിയിൽ നിന്നുള്ള ആത്മീയ ദൂതുകളിലേക്കാണ് ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് ഞാൻ ചിന്തിക്കട്ടെ. 10-ാം അധ്യായം കൊർനെല്യോസിന്റെ സ്റ്റോറി നമ്മൾ കേട്ട് പരിചയമുള്ളൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് ആ സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോകുന്നതിലുപരി നമ്മൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ വീക്ഷണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഇന്ന് ഞാൻ കൂടുതലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ വചനഭാഗം ഒന്ന് ഉറക്കെ വായിച്ച് കേൾക്കാം. 10-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങളെങ്കിലും നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കൈസരിയിൽ ആരെങ്കിലും ഒരാൾ വായിക്കാമോ? 24-ാം വാക്യം മുതൽ വായിക്കാം. 24-ാമത്തെ വാക്യം മതി. ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. പക്ഷെ ഈ സ്റ്റോറി വളരെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് യഹൂദിന് പുറത്തുള്ള സമൂഹത്തിൽ നിന്ന് വന്നവരായ നമുക്ക് ഓരോരുത്തർക്ക്, നമ്മൾ ആരും യഹൂദന്മാരാരും ഇവിടെ ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യഹൂദിന് പുറത്തുള്ളവരാണ് നമ്മൾ. പക്ഷേ നമ്മളെ അതിനോട് കൂട്ടി ഒട്ടിക്കപ്പെട്ടു. ഇന്ന് ആത്മീയമായിട്ട് നമ്മൾ യഹൂദന്മാരെന്ന് പറയുന്നതിൽ തെറ്റില്ല, അതിനോട് കൂട്ടി യോജിക്കപ്പെട്ടു. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ യഹൂദനെ പോലെ തന്നെ പങ്കുകാരാകാം എന്നതിന് ശക്തമായ ഒരു തെളിവോടുകൂടെ ആദ്യമായിട്ട് ഒരു ജാതീയൻ ഒഫീഷ്യലായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത് വളരെ മനോഹരമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊർനെല്യോസിൻ്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വളരെ നിർണായകമാണ്. എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കണം. ദ ഫസ്റ്റ് ഒഫീഷ്യലി റെക്കോർഡഡ് ബിലീവർ, തൻ്റെ കുടുംബത്തിൽ നടന്ന ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചിന്ത മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക്
ഇന്നത്തെ ചിന്തകൾ ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം നിങ്ങൾ നിൽക്കണം. നമ്മളിവിടെ ഒന്നാമത് പഠിക്കുന്ന ഒരു പാഠം, കൊർന്നല്യോസിന്റെ ജീവിതം നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പാഠം എന്തായിരിക്കും, ആത്മീയ ദൂത് എന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ജീവനുള്ള ഏക സത്യ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യമായിരിക്കും. കാരണം കൊർന്നല്യോസ് എങ്ങനെയാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ, 100 പേരുടെ അധികാരി, നല്ല ഒരു ഉദ്യോഗസ്ഥൻ, അധികാരമുണ്ട്, പെരുമയുണ്ട്, പേരുണ്ട്, നല്ല പേരുണ്ട്, സെർവൻസ് ഉണ്ട്. പക്ഷേ അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. അർത്ഥം എന്താണ്? ജീവനുള്ള ഏക സത്യ ദൈവത്തെ. കാരണം റോമക്കാർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. റോമക്കാർ പൊതുവെ ബഹുദൈവ വിശ്വാസം ഉള്ളവരാണ്. അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. They worship many gods. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെങ്ങനെയായിരുന്നു? ഇവന്റെ ക്വാളിറ്റി നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളത്, ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ he was a family man. He was a family man. ഫാമിലിക്ക് വളരെ പ്രാമുഖ്യം നൽകി തൻ്റെ സ്വാധീനം ഭംഗിയായ വിധത്തിൽ ഭവനത്തിൽ എക്സേർട്ട് ചെയ്യുന്നവനായിരുന്നു. He was a family man. സകല ഗ്രഹം, എല്ലാ ബന്ധങ്ങളും, ഇവൻ എക്സ്റ്റെൻഡഡ് ഫാമിലി, അവിടെ കൂടി വന്നിരുന്നവർ നോക്കിയാൽ ഒരു വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാധീനമൊക്കെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗിക്കുന്ന ഭക്തനായൊരു മനുഷ്യൻ, ദാനധർമ്മം ചെയ്യുന്നവൻ, വളരെ ഔദാര്യ മനസ്കനായ ഈ മനുഷ്യൻ വളരെ ഔദാര്യ മനസ്കനായിരുന്നു, നീതിമാനായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ നല്ല പേരുണ്ടായിരുന്നു. 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, 10-ന്റെ 22-ാമത്തെ വാക്യം മതി. നീതിമാൻ, ദൈവഭക്തൻ, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവൻ എന്ന ഈ ശതാധിപൻ, അധികാരമുള്ള ഈ ശതാധിപന്റെ ആദ്യത്തെ ക്വാളിറ്റി തൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന, ജീവനുള്ള ഏകസത്യ ദൈവത്തെ ആരാധിക്കാനുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും അങ്ങനെ ഒരു സാക്ഷ്യത്തോടെ ജീവിക്കാൻ, ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള മനസ്സോടെ ആയിരുന്ന ഈ ശതാധിപൻ നമ്മുടെ ജീവിതത്തിൽ അധികാരമോ ജോലിയോ സാഹചര്യങ്ങളോ ഒന്നും ദൈവത്തെ സേവിക്കുന്നതിന്, ആരാധിക്കുന്നതിന് തടസ്സമല്ല എന്ന ഒരു കാര്യത്തിന് തെളിവല്ലേ തൻ്റെ ഈ ജീവിതം. ഇന്നത്തെ കാറ്റഗറിയിലാണെങ്കിലും എത്ര വലിയ ഒരു പൊസിഷനായിരുന്നു തനിക്കുണ്ടായിരുന്നത്. തൻ്റെ ജീവിതം ഇന്ന് നമ്മളോട് പറയുന്നത് ജീവനുള്ള ഏകസത്യ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. അന്ന് ഒരുപാട് ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു അവിടെ. അതുമാത്രമല്ല, പക്ഷെ ഇന്നത്തെ മോഡേൺ ദേവതകളെ നമ്മൾ ആരാധിക്കുക കൂടെ ചെയ്യരുത്. മോഡേൺ ദേവതകൾ ആരൊക്കെയാ? മോഡേൺ ദേവന്മാരെന്തൊക്കെയാ? നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാ, നമ്മൾ കല്ലിലും മരത്തിലും കൊത്തിവെച്ച രൂപങ്ങളെ ആരാധിക്കുന്നതിനേക്കാൾ അപകടകരമാണ് മോഡേൺ ദേവന്മാര്. പണം, പവർ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ മുമ്പിൽ നമസ്കരിക്കാറില്ലേ? അധികാരം, ധനം, പ്രശസ്തി, പിന്നെ താൽക്കാലിക സുഖങ്ങൾ, പാസിംഗ് പ്ലഷേഴ്സ്, ഇവയെ ആരാധിക്കുന്നവരാണ്. ഇതാണ് മോഡേൺ ദേവന്മാരുടെ പേരെന്ന് ഞാൻ പറയും. നമ്മൾ ഒരുപക്ഷെ ഗ്രേവൺ ഇമേജസിനെ നമസ്കരിക്കുന്നില്ലെങ്കിലും മോഡേൺ ദേവന്മാരെ നമസ്കരിക്കാനുള്ള വെല്ലുവിളിയോട് അനുദിനം ഫൈറ്റ് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ ദേവന്മാരുടെ മുമ്പിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമസ്കരിക്കും. പക്ഷെ ജീവനുള്ള ഏകസത്യ ദൈവത്തെ
ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത് എന്ന് കൊർന്നല്യോസിൻ്റെ ജീവിതം ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുക. സാഹചര്യങ്ങൾ എന്തുമാവട്ടെ ഏക സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവം അന്വേഷിക്കുന്ന സത്യ നമസ്കാരി നമ്മളായിരിക്കണം. സാഹചര്യത്തെ പഴി പറയരുത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല നമ്മളെ. എൻ്റെ സാഹചര്യം ആരും അറിയുന്നില്ലെന്ന് ചിന്തിക്കരുത്. ആർക്കും മനസ്സിലാവില്ല എന്ന് ചിന്തിച്ച് ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നവരാവരുത് നമ്മൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. Somehow I have noted that verse. യഹോവയോ സത്യദൈവം, സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും അവിടുന്ന് ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ഉഗ്രകോപം ജാതികൾക്ക് ലോകത്തിൽ ആർക്കും താങ്ങാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ അടിച്ച നീ താങ്ങൂല എന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും ദൈവത്തിന്റെ ഉഗ്രകോപത്തെ താങ്ങാൻ നമുക്ക് പറ്റില്ല, ലോകത്തിൽ ആർക്കും പറ്റില്ല. എത്ര പ്രബലമായ സൈന്യബലമുള്ള രാഷ്ട്രങ്ങൾക്കും പറ്റില്ല. അപ്പോൾ എന്തായത് സാരാംശത്തിൽ പറയാൻ ഈ വാക്യം വായിക്കാനുള്ള കാരണം, നമ്മൾ ഭയപ്പെടേണ്ടത് ഈ സത്യ ദൈവത്തെയാണ്, ജീവനുള്ള ദൈവത്തെയാണ്, ശാശ്വതമായ രാജാവായ ഈ ദൈവത്തെയാണ് നമ്മളും ലോകരെല്ലാം ഭയപ്പെടേണ്ടത്. പക്ഷേ പ്രയാസമെന്ന് പറയട്ടെ, ലോകത്തിലെല്ലാം ഈ ദൈവത്തിനെതിരെയുള്ള മത്സരങ്ങളാണ് മുളയ്ക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലടക്കം സത്യദൈവത്തിന് എതിരെയുള്ള മത്സരങ്ങളാണ് മുളച്ചു വരാനുള്ള ആകാംക്ഷയുള്ളത്. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്ത് ജീവനുള്ള ഏക സത്യ ദൈവത്തെ ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും ജീവിക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് കൊർന്നല്യോസിന്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ ഇന്ന് നമ്മളോട് പറയാം. അങ്ങനെ അതിനായി ആഗ്രഹിക്കണം. തൻ്റെ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടായിരുന്നിട്ടും താൻ അതിനൊന്നും വഴിവെച്ചില്ല. മറിച്ച് താൻ എന്ത് ചെയ്തു? കൃത്യമായി ഒരു അച്ചടക്കത്തോടെ ഉയർന്നു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സത്യദൈവം ഇസ്രായേലിലാണെന്ന് താൻ ഗ്രഹിക്കാൻ തനിക്ക് പറ്റി. ഇസ്രായേലിനെ ദൈവം അതിനാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ്. ആ വെളിപ്പാട് പ്രാപിച്ച്, ഭാഗികമായിട്ടെങ്കിലും പ്രാപിച്ച്, താൻ പ്രാപിച്ച വെളിച്ചത്തിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ താൻ ആഗ്രഹിച്ചു, കൊർന്നല്യോസ് ആഗ്രഹിച്ചു എന്ന് ഇത് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം താനും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും, ലോകമെമ്പാടുമുള്ള സകല ജാതികൾക്കും സുവിശേഷത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്ന ഒരു മാതൃകാ കുടുംബമായി അവരുടെ കുടുംബം തീരുകയാണ്. കാരണം ജാതികൾക്കായിട്ടുള്ള 120 പേരുടെ പരിശുദ്ധാത്മ സ്നാനം അവർ കൂടിയിരുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ആദ്യം വന്ന് നിറഞ്ഞത് നമുക്കറിയാം. പക്ഷെ ജാതികൾക്കായി നമുക്കുള്ള ആത്മസ്നാനത്തിന്റെ പ്രതീകം കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നോടൊപ്പം ചിന്തിക്കണം. അപ്പൊ ജാതികൾക്ക് ആയിട്ടുള്ള പരിശുദ്ധാത്മാവ് സ്നാനത്തിന്റെ വാതിലും തുറന്നത് തൻ്റെ ഈ ഭവനത്തിലാണ്, കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അവൻ ഏക സത്യ ദൈവത്തെ ആരാധിക്കാൻ നിർണയിച്ചു എന്നുള്ളതാണ്. ആ നിർണയത്തിൽ ജീവിക്കാൻ താൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കാര്യം നമ്മൾ ഇവിടെ പറയുന്നത്, വാക്യങ്ങൾ അനുയോജ്യമായി നമുക്ക് വായിക്കാം. മറ്റാരേക്കാളും നമ്മളെ അറിയുന്നത്, നിങ്ങളെ അറിയുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് അറിയുന്നത് ദൈവമാണ്. നമുക്ക് ജോലി ആവശ്യമാ, വീട് ആവശ്യമാ, സാഹചര്യങ്ങൾ ജീവിക്കാനുള്ള വഴികൾ ആവശ്യമാ. എന്നാൽ നമ്മുടെ എല്ലാവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ല.
നമുക്ക് നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കർത്താവിന് നമ്മളെ അറിയാം എന്ന് പറയുന്നത് തെറ്റല്ല, അതിശയോക്തിയുമല്ല. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ട വിധത്തിൽ അറിയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ അറിയാം. തമാശക്കായിട്ടാണെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന് എത്ര പ്രാവശ്യം ഇരുന്നു എഴുന്നേറ്റു എന്ന് നമ്മൾ ആരും കണക്കെടുത്തില്ല. തലമുടി എത്ര കൊഴിഞ്ഞു എന്ന് നമ്മൾ ആരും ചീപ്പിൽ എണ്ണം നോക്കി എത്ര തലമുടി കൊഴിഞ്ഞു എന്ന് നമ്മൾ ആരും നോക്കാറില്ല. പക്ഷെ അതിൻ്റെ കണക്ക് പോലും തമ്പുരാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വിശദാംശങ്ങൾ പോലും ഹി ഹാസ് എ പെർഫെക്റ്റ് വേ ഓഫ് റെക്കോർഡിങ് ഇറ്റ്. അതെത്ര വലിയ ആശ്വാസമാണ്. അത്രയ്ക്കും തീവ്രമായി എൻ്റെ കാര്യം നോക്കുന്ന ഒരു ദൈവം ഉണ്ടോ? ഉണ്ട് എന്ന് വചനം പറയുന്നു. ഇവിടെ തന്നെ അങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് തനിക്ക് രക്ഷയ്ക്കായിട്ടുള്ള വഴി ദൈവം ഒരുക്കിയത്. താൻ ഇങ്ങനെ നീതിമാനും നല്ല പേരുള്ളവനും നന്നായി പ്രാർത്ഥിക്കുന്നവനും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും താൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭയഭക്തിയോടെ ആളുകളെ നല്ലവനെന്ന് പറയുന്ന പേരും പ്രശസ്തിയും നീതിബോധവും ദാനധർമ്മങ്ങളും ഒക്കെ ഉണ്ടായാലും വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി രക്ഷയ്ക്കായി വഴി ഒരുക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൻ്റെ ആവശ്യം അതായിരുന്നു. തനിക്ക് കുറച്ചുകൂടെ പ്രശസ്തിയല്ലായിരുന്നു ആവശ്യം, കുറച്ചുകൂടെ സ്ഥാനക്കയറ്റമല്ലായിരുന്നു ഇപ്പൊ ആവശ്യം. എന്താണ് ആവശ്യം? തനിക്ക് ആവശ്യം രക്ഷയായിരുന്നു. ആ രക്ഷയ്ക്കായി ദൈവം എന്ത് ചെയ്യുന്നു? ഈ സ്റ്റോറി മുഴുവനും ഗോഡ് ഓർക്കസ്ട്രേറ്റ്സ് ഇറ്റ്. ദൈവം അത് കൃത്യമായി അത് രൂപകൽപ്പന ചെയ്ത് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ രക്ഷയ്ക്കായുള്ള വഴി ദൈവം ഒരുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ രക്ഷയ്ക്കായുള്ള വഴി ഒരുക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ചില ആളുകളെ ചില നാട്ടിൽ നിന്ന് പറിച്ച് ഗൾഫിലേക്ക് പോയി നടുമ്പോഴാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ച് ജോലി കൊടുക്കാനാണ് ഗൾഫിൽ കൊണ്ടുപോയെന്ന്. ജോലി കൊടുക്കാനായിരിക്കാം, പക്ഷെ അതിലും വലിയൊരു പർപ്പസ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഏതോ വില്ലേജിൽ കിടന്ന് നിങ്ങളെ എറണാകുളത്ത് കൊണ്ടുവന്നത് എന്തിനാ? നിങ്ങൾ വിചാരിച്ച് ജോലി തരാനാണെന്ന്. രക്ഷ തരാനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല ഉഴൽച്ചകൾ നമ്മൾ വിചാരിച്ചു എന്തിനാണെന്ന്. ആ ഉഴൽച്ചകൾ എന്തിനായിരുന്നു? നിങ്ങൾക്ക് രക്ഷ തരാനാണ്. ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. തനിക്കായി രക്ഷ ഒരുക്കുന്ന ദൈവം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയ തെറ്റ് ചെയ്യാൻ വേറെ വഴിയില്ല. അതോ മറ്റൊരു എക്സ്ട്രീമാണെങ്കിൽ രക്ഷയ്ക്കായി ഒരല്പം ആകാംക്ഷയെങ്കിലും കാക്ഷിയെങ്കിലും ഹൃദയത്തിലുള്ള ഒരു മനുഷ്യൻ ആഫ്രിക്കയുടെ ഏത് വനാന്തരത്തിൽ ആർക്കും ചെല്ലാൻ പറ്റാത്തടത്ത് ജീവിക്കുകയാണെങ്കിലും അവൻ്റെ മേൽ ദൈവം ദൃഷ്ടി വെച്ച് അവന് രക്ഷയ്ക്കായുള്ള വഴി ദൈവം ഒരുക്കുമെന്ന് വചനം പറയുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര റിമോട്ടായ സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഹല്ലേലൂയ, ദൈവം അതിനായി വഴി ഒരുക്കും. താൻ വളരെ റിലീജിയസ് ആയിരുന്നു, വളരെ ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ താൻ വീണ്ടും ജന അനുഭവം പ്രാപിച്ചിട്ടില്ലായിരുന്നു. ടുഡേ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അപ്രൂവലാണ്, ദൈവത്തിൻ്റെ അംഗീകാരമാണ്. ആ അംഗീകാരം ലഭിച്ചെങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അല്ലാതെ ഒരു അംഗീകാരം കൊണ്ടും നമ്മൾ തൃപ്തരാവരുത്. കർത്താവിൻ്റെ അടുക്കൽ നിക്കോദീമസ് പോയപ്പോൾ പറഞ്ഞെന്താണ്? രഹസ്യമായിട്ട് വലിയ റെപ്യൂട്ടേഷനുള്ള നിക്കോദീമസ് രഹസ്യമായിട്ട് രാത്രി കർത്താവിൻ്റെ അടുക്കൽ പോയി കർത്താവിനോട് ഒരല്പം മുഖസ്തുതി എന്ന വണ്ണം പല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തടിച്ച പോലൊരു കാര്യം. സാധാരണ അങ്ങനെയല്ല കർത്താവ് പറയുന്നത്, കരുണയോടെയാണ്.
പക്ഷെ ഇത് മുഖത്തടിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താണ്? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ. എന്തുകൊണ്ട് അത്രയും ശക്തമായിട്ട് പറഞ്ഞത്? അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ആ ഒരു കാര്യത്തിന് മാത്രം നമുക്ക് യാതൊരു സോപ്പും വർക്ക് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ അപ്രൂവലാണ് നമുക്ക് വേണ്ടത്. ഇയ്യോബിൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 21 വാക്യം ശ്രദ്ധിക്കൂ. ഇയ്യോബിൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 21 വചനം. 34:21. ഐ ഹോപ്പ് ദാറ്റ് ഈസ് റൈറ്റ്. ഐ ഹാവ് റിട്ടൺ ഹിയർ. അവൻ്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിൽ മേൽ ഇരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. അവൻ്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. മറ്റൊരു വചനത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു വചനം, orders the steps of righteous. നീതിമാന്റെ പാതകളെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഓർഡർ ചെയ്യുന്നു. മലയാളത്തിൽ എന്താ ഒരു വാക്ക് പറയുന്നത്? ദൈവം കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ അവനെ വഴി നടത്ത, അവൻ ഏത് സ്റ്റെപ്പിലൂടെ നടക്കണമെന്ന് മുൻകൂട്ടി കരുതി ഒരുക്കി കൊടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അപ്പൊ ഈ ദൈവത്തിൻ്റെ അപ്രൂവൽ ആണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഈ ദൈവം നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈലാൻഡ് ഫെലോഷിപ്പിൽ നമ്മൾ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ദൈവം മനുഷ്യനെ നോക്കുമ്പം മനുഷ്യൻ ഏറ്റവും വലിയ കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ശരിക്കു പറഞ്ഞാൽ ആത്മീയ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം ശാരീരിക ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമേ ഉള്ളൂ ഭൗതിക ആവശ്യം. എന്നാൽ ഇന്ന് മനുഷ്യൻ നോക്കുന്നത് എന്താണ്? ഒന്നാമത് നമുക്ക് ഭൗതികമായ കാര്യങ്ങൾക്ക് ചുറ്റുപാടുകളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അതാണ് ചിലർ പാർട്ടിക്കാരൊക്കെ പറയുക, അരച്ചാൻ വയറിന് വേണ്ടിയാണ് അവര് ഭൗതികമായിട്ടുള്ളതിനെ കാണുന്ന ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഓടുന്നെന്നുള്ള നിലയിൽ. പക്ഷെ ഭക്ഷണം കിട്ടിയാലോ നമ്മൾ തൃപ്തരാകുന്നുണ്ടോ? വീട് കിട്ടിയാൽ തൃപ്തരാകുന്നുണ്ടോ? മണിമാളികൾ കെട്ടിയാൽ തൃപ്തരാകുന്നുണ്ടോ? പണ്ട് കവി പാടിയതുപോലെ ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മറ്റാരേക്കാളും നമ്മെ അറിയുന്ന കർത്താവ്, കൊർന്നല്യോസിനെ അറിഞ്ഞ കർത്താവ് തൻ്റെ ജീവിതത്തിൽ രക്ഷയ്ക്കായി കൃത്യമായി വഴിയൊരുക്കിയത് നിങ്ങൾ കാണുന്നുവോ? ആത്മീയ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആത്മാവിന് കേടുവരുന്ന ഒരു നന്മയും ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാവില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. നിങ്ങളൊരു ആത്മീയനാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് കേടുവരുത്തുന്ന എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചോദിച്ചാലും തമ്പുരാൻ തരില്ല. അത് തരാതിരിക്കുന്നതല്ലേ നല്ലത്? ഇസ്രായേൽ മക്കളെ വിട്ടുവിട്ട് ചോദിച്ചപ്പം ചോദിച്ചതങ്ങ് കൊടുത്തു, പക്ഷേ അവരുടെ ആത്മാവിന് ക്ഷയം ഭവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ക്ഷയം വേണോ നമുക്ക്? എൻ്റെ ആത്മാവിന് നന്മ വരുന്ന എല്ലാ നന്മയും എനിക്ക് വേണമെന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ആത്മാവിന് ക്ഷയം വരരുത്. ദൈവം തമ്പുരാന് നമ്മെ കരുതാന് ചിന്തിക്കുമ്പം നമ്മുടെ ആത്മാവിന് കേടുവരാത്ത നന്മകളാണ് നമുക്ക് തരുന്നത്. അത് മതി, അത് നമുക്ക് അനുഗ്രഹമാണ്. കൊർന്നല്യോസിൻ്റെ ജീവിതത്തെ നോക്കിയപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും തനിക്കുണ്ടായിരുന്നെങ്കിലും താൻ രക്ഷയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവനെ രക്ഷയിലേക്ക് വരുത്താനുള്ള വഴി ദൈവം ഒരുക്കുകയായിരുന്നു. അതാണ് ആ ഒരുക്കങ്ങൾ എത്ര മനോഹരമായി. ഒരുക്കാന് തന്നോട് പ്രസംഗിക്കുന്നവനെ പോലും തിരുത്തി അവൻ്റെ മനോഭാവത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരമാണ് ഇവിടെ പ്രവർത്തിച്ചത്. പത്രോസിനെയും കൂടെ ഷേപ്പ് ചെയ്യണമായിരുന്നു. കാരണം പത്രോസ് ജാതിയുടെ അടുക്കൽ പോയി അങ്ങനെയൊന്നും പ്രസംഗിക്കത്തില്ലായിരുന്നു. അപ്പൊ പത്രോസിനെ മാറ്റി തന്നോട് സംസാരിച്ചു, തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. എത്ര മനോഹരമായൊരു സ്റ്റോറിയാ. പക്ഷെ ഇതിലൂടെ എല്ലാം എന്താണ് ഈ ത്രെഡ്? എന്താണ് നമ്മൾ കാണുന്ന ത്രെഡ്? എന്താണ്?
ദൈവം ആസൂത്രണം ചെയ്യുന്ന രക്ഷാമാർഗം അതെത്ര ലളിതമാണ്. ആ മാർഗം ലളിതമാണെന്ന് തോന്നിയാലും ഈ വഴിത്തിരിവുകളൊക്കെ ഉണ്ടായി കൃത്യമായി അതിലേക്ക് നയിച്ച ഒരു ദൈവത്തിൻ്റെ കരമില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആത്മീയ ഉപദേശം നമ്മുടെ പ്രാർത്ഥനകൾക്കും ഔദാര്യങ്ങളും ദൈവം കാണുന്നുണ്ടെന്നും ദൈവം അതിൻ്റെ കണക്കെടുക്കുന്നുണ്ടെന്നുമുള്ള ഒരു കാര്യമാണ്. ഔദാര്യം എന്നുള്ളത്, ജനറോസിറ്റി എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം എങ്ങനെയുള്ള ആളാണെന്നാണ് ബൈബിൾ പറയുന്നത്? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം ദൈവത്തിൻ്റെ കൃപ പകരുന്നത് ഹി ലാവിഷസ് അപ്പോൺ us എന്നാ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്നത് റോമാലേഖനത്തിൽ. ദൈവം വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നെന്നാ. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴയും മഞ്ഞും അയക്കുന്നവനെന്നാ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, ഔദാര്യം കാണിക്കുന്നവർ ഒരർത്ഥത്തിൽ ആരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ അത് കർത്താവിനെ അറിഞ്ഞവരും അറിയാത്തവരും ദാനധർമ്മഷ്ഠരായ അനേകരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കൊർന്നല്യോസ് കർത്താവിനെ അറിഞ്ഞോ? ഭാഗികമായിട്ട് അറിഞ്ഞു. സത്യദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ തനിക്കുണ്ട്. പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല, രക്ഷയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ തൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, നീതിയോടെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. എന്നോടൊപ്പം ചിന്തിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ദാനധർമ്മമുള്ള, ഓരോരോ വിധത്തിൽ ദൈവിക സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീതിബോധമാണെങ്കിലും ദാനധർമ്മമാണെങ്കിലും, നിങ്ങൾ ചില പത്രധർമ്മങ്ങളൊക്കെ, പത്രപ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ? അവർ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർ വീണ്ടും ജനനമൊന്നും പ്രാപിച്ച ആളുകളായിരിക്കത്തില്ല, പക്ഷെ അവർ വളരെ നീതിബോധത്തോടെ കാര്യങ്ങൾ പറയും. നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാർ വരെ സത്യവിരുദ്ധമായി പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിലും സത്യമായ വിധികൾ പ്രസ്താവിക്കുന്നവർ ഈ നാട്ടിലുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരുടെ ഉള്ളിലുള്ള ആ നീതിബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കുന്നു. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായിരിക്കണം നമ്മൾ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? അതോ നമ്മൾ മാത്രമാണോ? നമ്മൾ പോലും പലപ്പോഴും അങ്ങനല്ല. നമ്മളെക്കാൾ പലപ്പോഴും അങ്ങനെയുള്ള ബോധമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ സത്യം, കൊർന്നല്യോസ് വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു നീതിബോധത്തിലും ദാനധർമ്മത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ജീവിച്ചിരുന്നിട്ടും അത് കണക്കിലെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം, എന്ന ആത്മീയ ദൂത് നമ്മൾ കൊർന്നല്യോസിന്റെ ജീവിതം ഇന്ന് നമ്മളോട് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള നീതിബോധമുള്ള ആളുകളെ കാണുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കുറെ കൂടെ സമയമെടുക്കണം. അങ്ങനെയുള്ള വക്കീലന്മാരെ കാണുമ്പോൾ, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ അവർക്കൊരു നീതിബോധമുണ്ട്. വി മസ്റ്റ് പ്രേ ഫോർ ദം. ദൈവം അത് കണക്കിലെടുക്കുന്നുണ്ട്. ആ കണക്കിലെടുക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത്? ഹല്ലേലൂയ. തൻ്റെ പ്രാർത്ഥനാ ജീവിതം മാതൃകാപരമല്ലേ? വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് സുവിശേഷത്തിലൂടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നവനായ കൊർന്നല്യോസിനെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ദൈവത്തിനുള്ള ഓഫറിംഗ് ആണ്.
നമ്മൾ വിശ്വാസികളായവർ ഓഫറിംഗ് എടുക്കാറുണ്ട്. വി ഹാവ് എൻ ഓഫറിംഗ് ബോക്സ് ഹിയർ. പ്രൈസ് ഗോഡ് ഫോർ ഗിവിങ്. ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവരും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. പരമാർത്ഥതയോടെ ചെയ്തതാണെങ്കിൽ, സത്യത്തിൻ്റെ നിഴലിൽ നമ്മൾ ചെയ്തതാണെങ്കിൽ അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ആ വാക്യം തന്നെയാണെന്ന ചില സമയത്ത് വാക്യങ്ങളെ കുറിച്ച് വെക്കുമ്പോൾ മിക്സപ്പായി പോകാറുണ്ട്. ക്യാൻ വി റീഡ് ദാറ്റ് വേഴ്സ്? എബ്രായ ലേഖനത്തിൽ 13-ന്റെ-16-ാമത്തെ വാക്യം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം. നന്മ ചെയ്യുന്നത് കൂട്ടായ്മ കാണിക്കുന്നതിനെ കുറിച്ച് വചനം പറയുന്നത് യാഗമെന്നാണ്. കാളകളെ അല്ല യാഗം കഴിക്കുന്നത്. യാഗം, നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും ഒരു യാഗമായി കാണുമോ? നമ്മൾ കാണാറുണ്ടോ അങ്ങനെ? എന്നാൽ 10 കോഴിയെ വെട്ടാനായിരുന്നെങ്കിൽ എടപ്പള്ളിയിൽ പോയാൽ മതി. എത്ര കോഴിയാണ് അവിടെ കൊല്ലുന്നത്? ഐ ഹേർഡ് ഓഫ് ഇറ്റ്. ഞാൻ കേട്ടിട്ടില്ല ഒത്തിരി കോഴി എവിടെ കൊല്ലുന്നത് പോലും അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷ്രൈനാണെന്ന്, നല്ലൊരു സ്ട്രക്ചറാണ്. ഞാൻ മടങ്ങി വരട്ടെ. നന്മ ചെയ്യാൻ, കൂട്ടായ്മ കാണിക്കാൻ കഴിയട്ടെ. ദരിദ്രരോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഒരുപാട് സത്യങ്ങൾ ബൈബിളിൽ പറയാനുണ്ട്. പക്ഷെ ചില വാക്യങ്ങൾ, സദൃശവാക്യങ്ങളിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ന്റെ-17-ാമത്തെ വാക്യം എന്നോടൊപ്പം ശ്രദ്ധിക്കൂ. 19-ന്റെ-17-ാമത്തെ വാക്യം. പ്രോവബ്സ് സദൃശവാക്യങ്ങൾ 19-ന്റെ-17-ാമത്തെ വാക്യം. എടുത്തവർക്ക് വായിക്കാം. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. ദൈവത്തിന് വായ്പ കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു പ്രാപിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് വചനത്തിൽ. നോബഡി ക്യാൻ. അവന് മന്ത്രി ആയിരിക്കാൻ ഇച്ചിരി ആലോചന പറഞ്ഞു കൊടുക്കാനും ആർക്കും പറ്റില്ലെന്നാ. ദൈവത്തിന് വായ്പ കൊടുക്കാനുള്ള ഒരേ ഒരു സംവിധാനം. ഇനി ഇൻഷുറൻസ് കമ്പനിക്കാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ ഇത്. ഇപ്പോൾ വായ്പ കൊടുക്കാൻ വേണ്ടി അവർ ഓടിച്ചിട്ട് വായ്പ കൊടുക്കുക. കാരണം കാണുന്ന നമ്പറിലെല്ലാം വിളിച്ച് വായ്പ വേണോ എന്നാ. കാരണം ഇപ്പം പണം കെട്ടിക്കിടക്കുക. സോറി, ബാങ്കേഴ്സിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. വായ്പ വേണോ? നത്തിങ് റോങ്. കാരണം പണം വിപണിയിൽ ഇറങ്ങിയെങ്കിലല്ലേ ബാങ്കിനും ഗവൺമെൻറ്റിനും ഒക്കെ ഗുണം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ സംവിധാനം ഇങ്ങനെ ചക്രം പോലെ, പണ്ട് ഞാൻ ആലോചിക്കും, ഈ പണത്തിന് ചക്രം എന്ന വാക്ക് തന്നെയായിരുന്നു ഏറ്റവും അഭികാമ്യമെന്ന്. പണമെന്നല്ലായിരുന്നു പറയേണ്ടത്, ചക്രം. പണ്ട് 4 ചക്രത്തെക്കുറിച്ച് പണ്ടുള്ള അപ്പച്ചന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദരിദ്രർക്ക് വായ്പ കൊടുക്കുന്നവൻ, ദരിദ്രരെ സഹായിക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുകയാണെന്ന സത്യം നമ്മൾ മറക്കരുത്. എന്ന് വെച്ചാൽ ദൈവം അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി പ്രകാരം അല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചിലപ്പോൾ പണമായിട്ടും ആയിരിക്കത്തില്ല, നമ്മൾ പണമായിട്ടായിരിക്കാം കൊടുത്തത്. വേറൊരു വിധത്തിലുള്ള സഹായങ്ങൾ ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ലഭിക്കുന്ന ആത്മീയ നന്മകളായിട്ടായിരിക്കും. നിങ്ങൾ പണമായിട്ട് കൊടുത്തു, നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആയിട്ടായിരിക്കും, വിച്ച് ഈസ് മോർ വാല്യൂബിൾ ദാൻ എനിത്തിങ് ഫിസിക്കൽ. 21-ാം അധ്യായം സദൃശവാക്യങ്ങൾ 21-ന്റെ-13-ാമത്തെ വാക്യം. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുക. അപ്പൊ എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും. സ്വഭാവ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒരു തടസ്സം ഇതാണ്, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിപ്പിടിക്കുന്ന മനോഭാവം എനിക്കുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. Now this is an attitude. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ചെലവുകൾ വളരെ കൂടുതലാണ്.
ഒരു സാധാരണക്കാരന് ജീവിക്കാൻ തന്നെ പ്രയാസമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. നാണയപ്പെരുപ്പം, മറ്റ് പ്രയാസങ്ങൾ, അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ്, ഇതൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഈ നിയമം, ഔദാര്യം എന്നത് ഹൃദയത്തിൻ്റെ ഒരു മനോഭാവമാണ്. അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, ദാരിദ്ര്യത്തിലിരിക്കുന്ന സഭയ്ക്ക് പോലും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി താങ്ങാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി താങ്ങുന്നത് ആരാണെന്നറിയാമോ? സമ്പന്നരല്ല, സാധാരണക്കാരാണ്. ലോകത്തിലെ 80% മിഷൻ പ്രവർത്തനങ്ങൾക്ക് പിന്താങ്ങുന്നത് സാധാരണക്കാരാണ്. 20% ആളുകളെ ഉള്ളൂ സമ്പന്നർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്നൊരു കാര്യം, കാരണം മലയാളികൾക്ക് വലിയ ദുരഭിമാനമാണ് പല കാര്യങ്ങളിലും. മലയാളി ഒരു സുപ്പീരിയർ ആണ്, എല്ലാവരെക്കാട്ടിലും ബുദ്ധിയും ശക്തിയുടെ കാര്യം എനിക്കറിയത്തില്ല, ബുദ്ധിയും നല്ല പ്രാപ്തിയൊക്കെ മലയാളികൾക്ക് കൂടുതലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തരം എത്നോസെൻട്രിസിറ്റി, നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ ഒക്കെ ഏറ്റവും വലുതാണ് എന്ന് ചിന്തിക്കുന്നതാണ് എത്നോസെൻട്രിക് ആയിട്ട് ചിന്തിക്കുന്നവർ. നമ്മുടെ ഈ മലയാളി സമൂഹത്തിന് അങ്ങനെ ഒരു പ്രയാസം, അങ്ങനെ ഒരു ചലഞ്ചുണ്ട്. അതൊക്കെ നമ്മളൊക്കെ അല്പാൽപമായിട്ട് ഇൻഹെറിറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ കേരളം വിട്ട് വെളിയിൽ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനത്തെ പിന്താങ്ങുന്നത് തമിഴരാണെന്ന്. മലയാളികളല്ല. ആടിനെ വിറ്റിട്ടാണെങ്കിലും ചെറിയ ജോലികൾ ചെയ്തിട്ടാണെങ്കിലും ഈവൻ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കൃത്യമായി മാറ്റിവെക്കും. FMBBയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ അതിനോടാണ് ആമേൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാനും വിചാരിച്ചു ഒരുപക്ഷെ മലയാളികളൊക്കെ ആയിരിക്കുമെന്ന്, കാരണം ക്രിസ്ത്യാനികളൊക്കെ കൂടുതൽ ഒരർത്ഥത്തിൽ ഇവിടെയാണല്ലോ. നോ, നമ്മളെക്കാൾ അങ്ങനെ അറിഞ്ഞ് കണ്ട് അവരുടെ ഓഹരി കൃത്യമായി മാറ്റിവെച്ച് വിശ്വസ്തയോടെ കൊടുക്കുന്ന അനേകർ ഈ നാട്ടിലുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, എളിയവരായി ജീവിക്കുന്ന അവരോട് നമുക്ക് കരുണയുള്ള, ആർദ്രതയുള്ള മനോഭാവം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇനി നമ്മുടെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ കുറച്ച് തരണമേ, അവർക്ക് കൊടുക്കാനെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Give me Lord so that I can give. എൻ്റെ കയ്യിൽ താ, ഞാൻ കൊടുക്കാം. ഭക്ഷണമായിട്ടോ ഒരു നേരത്തെ താങ്ങായിട്ടോ കൊടുക്കാൻ എനിക്ക് തരണമേ എന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ. അപ്പോൾ സദൃശവാക്യങ്ങൾ 28-ന്റെ 27-ാമത്തെ വാക്യം കൂടെ, there is something that I want to highlight. ഈ വാക്യങ്ങൾ വായിക്കുന്നതിലൂടെ ഒരു പർപ്പസ് ഉണ്ട്. 28-ന്റെ 27 വായിച്ചായിരുന്നോ? ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകില്ല. ഇപ്പം നമ്മൾ കൊടുക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അയ്യോ എനിക്ക് കുറയുമല്ലോ എന്നുള്ള ഒരു മനോഭാവമാണ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. ഈ ഔദാര്യം കാണിച്ചാൽ ചിലർ കണക്കിൽ കൂടുതൽ വളരെ സ്റ്റിഞ്ചി ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, ഭയങ്കരമായിട്ട് സ്റ്റിഞ്ചി ആയിട്ട് ചിന്തിക്കുന്നവരും ജീവിക്കുന്നവരുമുണ്ട്. പക്ഷെ എന്നാലും സദൃശവാക്യങ്ങൾ തന്നെ പറയും, എന്നാലും ആവശ്യങ്ങൾ നടക്കുന്നില്ല. എന്നാൽ ചിലർ ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നവർ എന്തായാലും അവർക്ക് ഉണ്ട് താനും. ഇതൊരു സ്പിരിച്വൽ ലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. നമ്മളെല്ലാം ഔദാര്യമായിട്ട് കൊടുക്കുന്നവരാണ്, അതൊന്നുമല്ല. പക്ഷെ ഇത് വലിയൊരു ആത്മീയ സത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. കാരണം നാം ജീവിക്കുന്ന ലോകം അങ്ങനെയാണ്. കണ്ണടച്ചു കളയുന്നവന് അതൊരു കേഴ്സായിട്ട് വരികയാണ്. ഡു യു സീ സച്ച് പീപ്പിൾ അറൗണ്ട് യു? നമുക്ക് കണ്ണടച്ച് കളയരുത്. നമ്മൾ ഉള്ളതിൻ്റെ ഓഹരി കൊടുക്കുന്നതിന് കുറച്ചിലുണ്ടാവത്തുമില്ല. വിധവയുടെ തുരുത്തി പോലെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത്, ഉള്ളതിനെ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുന്ന ഒരു ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഉള്ളതിൻ്റെ ഓഹരി ദരിദ്രർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് കൊർന്നല്യോസിൻ്റെ ജീവിതത്തെ സാക്ഷി നിർത്തി അങ്ങനെ
ദാനധർമ്മങ്ങൾ ചെയ്യുന്ന തൻ്റെ ദാനധർമ്മങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകി. അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടൊരു കണക്ക് പുസ്തകം. ആരും കണ്ടില്ല നമ്മൾ കൊടുത്തത്, പക്ഷെ ദൈവം കണ്ടു. അതിന് പ്രതിഫലം തരുന്ന ദൈവം ജീവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന നുണ, നമ്മുടെ ദാനധർമ്മങ്ങൾ ദൈവം കാണുന്നില്ല എന്ന നുണ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്ന പിശാചിനെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. He sees it. അത് വിശ്വസിക്കരുത്. പിശാചിൻ്റെ നുണ നിങ്ങൾ വിശ്വസിക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന ഒരു സ്വരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിൽ നിന്നും പരിസരത്തു നിന്നും ഒക്കെ പൊങ്ങി വരുന്നോ, ആ നുണ വിശ്വസിക്കരുത്. നമ്മൾ ആത്മാർത്ഥമായ ഏത് കാര്യത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചതാണെങ്കിലും പരമാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം മറുപടി നൽകും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് അങ്കിള് ദൈവമുമ്പിൽ വെച്ച ആ പ്രാർത്ഥന, മകൻ്റെ കല്യാണവും മകൻ്റെ വീടിൻ്റെ കുറേ കാലങ്ങളായിട്ട് വീട് പണി പൂർത്തീകരിക്കാതിരിക്കുകയായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് അതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ തനിക്ക് രോഗം വന്ന് മരിച്ചു പോകുമോ എന്ന ഘട്ടം വരെയായി. പക്ഷേ തന്നെ ദൈവം ശക്തീകരിച്ചു നിലനിർത്തി. ദൈവമുമ്പിൽ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന അപേക്ഷകളായാലും ദൈവമുമ്പിൽ ഇരു ചെവി അറിയാതെ ചെയ്യുന്ന ദാനധർമ്മങ്ങളായാലും നോട്ട് ചെയ്ത് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് അതാണ് കാണുന്നത്. ദാനധർമ്മങ്ങൾ, കൊർനെല്യോസിൻ്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും കുറിച്ചു വച്ച ഒരു ദൈവമുണ്ട്. അത് കണക്കിലെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയാണ്. ആ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അടുത്ത് കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഓടിച്ച് ഞാൻ പറയാം. ഐ എം അവെയർ ഓഫ് ടൈം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയും ദാനങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന കാര്യം കൂടെ നമ്മൾ അതോടൊപ്പം ചിന്തിച്ചു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ തനിക്കായി ഒരുക്കിയ രക്ഷയാണ്. തനിക്കായി ഒരുക്കിയ രക്ഷയായിരുന്നു. ആ രക്ഷയിലേക്ക് തന്നെ ദൈവം നടത്തി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വചനം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക്, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. ഈ വാക്യങ്ങളിൽ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. കീപ് ഓൺ ആസ്കിങ് എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട, അവിടുത്തെ അർത്ഥം അതാണെന്നാണ് പറയുന്നത്. കീപ് ഓൺ നോക്കിങ്, മുട്ടിക്കൊണ്ടേയിരിക്കണം, യാചിച്ചുകൊണ്ടേയിരിക്കണം. God will answer in due time. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉത്തരം നൽകും. അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നെവർ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. ഹല്ലേലൂയ. സമയക്കുറവ് കൊണ്ട് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവം തരുന്ന ദിവ്യമായ അനുഭവം അത് റിയലാണ്. പക്ഷെ അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലെന്നാ. കൊർനെല്യോസിന് ദൈവം ദിവ്യമായ ഒരു അനുഭവം കൊടുത്തോ? താൻ പ്രാർത്ഥിക്കുമ്പം തൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് താൻ ഈ ദർശനം കണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. താൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ദിവസം മറ്റൊരു ദിവസത്തേക്കാൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? യു വിത്ത് മീ? ഒരു വ്യത്യാസമില്ലായിരുന്നു. ഇറ്റ് വാസ് അനദർ നോർമൽ ഡേ. ആ ദിവസം രാവിലെ താൻ എഴുന്നേറ്റു, താൻ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു. തൻ്റെ പതിവ് ഡിസിപ്ലിനുകളെല്ലാം ചെയ്യാൻ വേണ്ടി തൻ്റെ പതിവ് ഡിസിപ്ലിൻ്റെ ഭാഗമായിരുന്നു പ്രാർത്ഥനയും ഉപവാസവും. പക്ഷെ അന്ന്
തനിക്ക് ഇങ്ങനെ ഒരു വെളിപ്പാടും ദർശനവും ഉണ്ടാകുമെന്ന് താൻ മുൻകൂട്ടി ചിന്തിച്ചിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ഓർഡിനറി ഡേ. പക്ഷേ അവിടെ വിശ്വസ്തയോടുകൂടെ ദൈവത്തോടൊപ്പം നമ്മൾ നടക്കുമ്പം തക്ക സമയത്താണ് ആ വെളിപ്പാട് വരുന്നത്. ദിവ്യമായ അഭിമുഖങ്ങൾ നമുക്കുണ്ടാകുന്നത് സാധാരണമായ ദിനത്തിലാണ്. അസാധാരണമായ ഒരു ദിനത്തിലല്ല ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. 40 വർഷം മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന മോശയ്ക്ക് ഇറ്റ് വാസ് അനദർ ഡേ. ആ ബേണിംഗ് ബുഷിൽ കർത്താവിന്റെ ശോഭ കണ്ട, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട, ദൈവമായിട്ട് അഭിമുഖമുണ്ടായ ആ ദിനം മറ്റെല്ലാ ദിനങ്ങളെയും പോലെ ഒരു ദിനമായിരുന്നു. പക്ഷേ തൻ്റെ ആ ദിനത്തിലുണ്ടായ ഡിവൈൻ എൻകൗണ്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ എൻ്റെ ചോദ്യം, നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നടക്കുമെങ്കിൽ നമുക്ക് ദൈവം കാണിച്ചു തന്ന പ്രകാശത്തിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമെങ്കിൽ ഇൻ ഡ്യൂ ടൈം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ദിവ്യമായ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്ന ദിനം ഇന്നായിരിക്കാം. ഹൂ നോസ്? ആർക്കറിയാം? ആ പ്രതീക്ഷയോടെ ആയിരിക്കണം. മോശയ്ക്കത് 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ചിലർക്ക് ചിലപ്പോൾ ചില ദിവസങ്ങൾ മതിയായിരിക്കാം. ബട്ട് മൈ പോയിന്റ് ഈസ് ദിസ്: ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ഓർഡിനറി ഡേ when he began. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെന്റ്, ഒരു ഡിവൈൻ എൻകൗണ്ടർ നമുക്കുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തൻ്റെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ മാറ്റിവെച്ച് തോന്നിയതുപോലെ താൻ അങ്ങനെ ജീവിച്ചായിരുന്നെങ്കിലോ he would have missed it. നമുക്ക് ഡെയിലി ചെയ്യുന്ന ഇറ്റ് ഈസ് അനദർ ആഴ്ചവട്ടത്തിന് 1-ാം ദിനത്തിൽ ചേർച്ചിൽ വരുന്നു, ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡെയിലി റൊട്ടീനുകളുടെ നടുവിലാണ്, ആത്മീയ അച്ചടക്കങ്ങളുടെ നടുവിലാണ് ദിവ്യമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. സാധാരണമായ സാഹചര്യങ്ങളിലാണ് അസാധാരണമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. യു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. അത് പ്രതീക്ഷയോടെ ആയിരിക്കാം നമുക്ക്. കൊർന്നല്യോസിന്റെ ജീവിതം ഇന്ന് 2000 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളോട് ഇന്ന് പരിശുദ്ധാത്മാവിൽ പറയുന്ന അതാണ്. ഇറ്റ് വാസ് അനദർ ഓർഡിനറി ഡേ ദാറ്റ് ഹി സോ ദിസ് വിഷൻ. ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൃത്യമായി അടുപ്പിക്കുന്ന ദിവ്യമായ അനുഭവങ്ങൾ അത് വെറും കെട്ടുകഥയല്ല എന്ന് കൊർന്നല്യോസിന്റെ ജീവിതം ഇന്ന് നമ്മളോട് പറയുകയാണ്. ഇറ്റ് വാസ് റിയൽ, ഇറ്റ് വാസ് റിയൽ. നമുക്ക് ദൈവം തരുന്ന ആത്മീയ അനുഭവങ്ങളും അത് റിയൽ ആയിരിക്കും. പക്ഷെ അത് എപ്പോൾ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഐ കനോട്ട്, ഓൺലി ഗോഡ് നോസ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സാധാരണമായ ആത്മീയ അച്ചടക്കങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ നടുവിൽ നമ്മുടെ അരികിൽ വരാൻ ദൈവം വിശ്വസ്തനാണ്. ചില സമയത്ത് ദൈവം വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ആകാശം ചായിച്ച്. എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. നമുക്കരികിൽ വരാൻ ചില സമയത്ത് കർത്താവ് ആകാശം ചായിച്ച് വരുമെന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഹൗ ക്വിക്ക്ലി ഹി വിൽ കം. ആകാശമില്ലാത്തൊരിടം ഉണ്ടോ? ഹി ക്യാൻ കം എനി മോമെന്റ്. എനി മോമെന്റ് ഹി ക്യാൻ കം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ ഈ ചിന്ത അവസാനിപ്പിക്കുക. There are few more things that I want to share with you. ഇന്ന് കൊർന്നല്യോസിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പറഞ്ഞ സത്യങ്ങളിൽ ഏതാണ് നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെടുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് സംസാരിക്കുന്ന ആത്മീയ സത്യങ്ങളുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ ഹൃദയത്തെ താഴ്ത്തി അത് സ്വീകരിപ്പാനുള്ള മനസ്സോടുകൂടെ കർത്താവിനോട് നിങ്ങൾ ഹൃദയത്തിൽ സംസാരിക്കുമോ? നിങ്ങൾക്കുള്ള ആത്മീയ അനുഭവം അത് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന നാളെയിലേക്ക് എന്നെ ചിലപ്പോൾ വളരെ ക്വിക്കായിട്ടായിരിക്കാം ദൈവം നടത്തിക്കൊണ്ടു പോകാൻ ദൈവത്തിന് പറ്റുന്നത്. ഒരു ഉഴൽച്ചകളിൽ ഒന്നും നടന്നില്ല, അതോർത്ത് ദുഃഖിക്കേണ്ട.
He can show up any time and any moment. കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ ആ ഡ്യൂ ടൈമിൽ അതിനുള്ള വഴി ഒരു വെളിപ്പാടായി, ഒരു ദർശനമായിട്ടായിരുന്നു തുറന്നത്. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ദർശനമായിരിക്കണമെന്ന് നിർബന്ധമില്ല, മറ്റൊരു വഴിയായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സന്ദർശന സമയങ്ങൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. We must discern the visitations of God. പണ്ട് രാജാക്കന്മാരൊക്കെ ആളുകളെ വിസിറ്റ് ചെയ്യുമ്പം ദരിദ്രരായവരുടെ വേഷം ധരിച്ചു വരാറുണ്ടല്ലേ? അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സംടൈം നമ്മുടെ വിഷ്വൽ ഐസിന് ദൈവത്തിന്റെ വിസിറ്റേഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ഇൻ സ്പിരിറ്റ് വി ക്യാൻ സെൻസ് ഹിസ് വിസിറ്റേഷൻ. ഇന്നലെ ഞാൻ ഉണ്ടായ ഒരു അനുഭവം, ഇന്നലെ കഴിഞ്ഞ ദിവസം രാജചേച്ചിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു. എവിടെ പോകണമെന്ന് ആകെ ആശയക്കുഴപ്പമായപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന ഒരു സാഹചര്യം. മോൻ എന്നെ പലവട്ടം വിളിച്ചു. അപ്പം ഞാൻ ജനറൽ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു, അവരുടെ സ്ഥിതിഗതികളൊക്കെ കണക്കിലെടുത്തിട്ട് പറഞ്ഞെങ്കിലും അവർക്ക് ഒരു പേടിയായിരുന്നു അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. ട്രൈ ചെയ്തു. ആ മോന് മൊബൈലിൽ ഈ റിപ്പോർട്ടുകൾ അവിടെ ആർക്കോ അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്ത മൊബൈൽ റിപ്പോർട്ടിന് പ്രതികരിക്കാൻ ജനറൽ ഹോസ്പിറ്റലിൽ സാധാരണഗതിയിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോർമലി ഇറ്റ് വോണ്ട് ഹാപ്പൻ. പ്രതികരിച്ചു എന്ന് അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ദൈവം തുറന്നൊരു വഴിയാണ്, യൂസ് ഇറ്റ് എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അവർ വരാൻ പറഞ്ഞു. അവിടെ അഡ്മിറ്റായി. ഇപ്പോൾ ചികിത്സാവിധികൾ നടക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നത്. അത് അനിവാര്യമായിരുന്നു. സംടൈം അൺഎക്സ്പെക്റ്റഡ് വേസ് ഹി വിൽ ഓപ്പൺ ഡോർ. സാധ്യതയില്ലാത്തടത്ത് തുറക്കുന്ന ഒരു സാധ്യതയായിരിക്കാം അത്. ദൈവത്തിൻ്റെ വഴികൾക്കായി ദൈവത്തിന് നന്ദി പറയാം. ഗെറ്റ് റെഡി. എനി ഡേ ഇറ്റ് ക്യാൻ ഹാപ്പൻ, എനി മൊമെന്റ് ഇറ്റ് ക്യാൻ ഹാപ്പൻ എന്നത് ഇന്ന് പരിശുദ്ധാത്മാവിൽ കൊർന്നല്യോസിന്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറയുക. ഏക സത്യ ദൈവത്തെ ആരാധിച്ച് അവിടുത്തെ മുമ്പിൽ, അവിടുത്തെ രക്ഷയിൽ ആ രക്ഷ സ്വായത്തമാക്കി ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളർന്നു വരുന്ന മക്കളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണ്, ചിലപ്പോൾ ഒരു വാക്കിലൂടെ ആയിരിക്കും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം മന്ത്രിച്ചത്, അത് സ്വീകരിക്കാം. ഇന്ന് കൊർന്നല്യോസിന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്കത് ബാധകമായി തോന്നിയില്ലെങ്കിൽ, ഒരുപക്ഷെ കൊർന്നല്യോസിന്റെ ജീവിതം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം പരിശുദ്ധാത്മാവ് കൊർന്നല്യോസ് എന്ന വ്യക്തിയിലൂടെ ഇന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജോലിയോ അധികാരങ്ങളോ ഒന്നും ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമല്ല എന്ന സത്യം നിങ്ങൾ കണക്കിലെടുക്കുമോ? ഏക സത്യ ദൈവത്തെ മാത്രം ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും നമുക്ക് ജീവിക്കാം. അവിടുന്ന് ഒരുക്കിയ രക്ഷയിൽ നമുക്ക് മുറുകെ പിടിക്കാം. എത്ര ഉഴച്ചകൾ സംഭവിച്ചിട്ടാണെങ്കിലും നമുക്ക് രക്ഷ സ്വായത്തമാക്കി ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം. വേറെ ഒരു നേട്ടവും കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രക്ഷ കൈവരിക്കാനുള്ള വഴി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം കൊർന്നല്യോസിന്, കുടുംബത്തിന് ദൈവം നൽകിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വാധീനങ്ങളെല്ലാം തന്നെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട്, അനേകരുടെ അനുഗ്രഹത്തിനായിട്ടൊരു വാതിലായി നമ്മുടെ കുടുംബം തീരണം. കൊർന്നല്യോസിന്റെ കുടുംബത്തിലൂടെ ആ ഒരു സത്യവും നമ്മളോട് ഇന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവ്. അതിനായി നമ്മളെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.